ഈ കുട്ടച്ചാദ്രി എന്നാല് ആഞ്ജനേയ സ്വാമിയും സഞ്ജീവനി പർവ്വതം എടുത്തു പോകുമ്പോൾ താഴേക്ക് വീണ്ട ഒരു പ്രദേശമാണ്. അത് ആ കൊല്ലൂരിന്റെ പ്രദേശത്തിൽ താഴെ വീണ്ട ഒരു പർവ്വതമാണ്. അത് സഞ്ജീവിനി പർവ്വതത്തിന്റെ ഒരു അംശം. അങ്ങനെ ആ കുട്ടജ എന്ന പേര് വന്നത് അവിടെ മൃതസഞ്ജീവിനി എന്ന് പറയുന്ന കുട്ടജ ആ മറിഞ്ഞു ഉള്ളത് കൊണ്ട് കുട്ടജ പർവ്വത എന്നിട്ട് പേര് വന്നിട്ടുണ്ട്, കുട്ടച്ചാദ്രി എന്നിട്ട്. ഇപ്പോഴും അവിടെ 64 ദിവ്യ മറിഞ്ഞുകൾ ഉണ്ട് അവിടെ. അത് കിട്ടിയിട്ടുണ്ട്, ചില വ്യക്തികൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ കുട്ടജ പർവ്വത പിന്നെ മൂകാംബിക അത് പ്രത്യേകമല്ല, രണ്ടും ഒന്നെയാണ്. ആ കുട്ടജ പർവ്വത എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ശ്രീചക്രം എന്ന് നിങ്ങൾ കണ്ടാല് ശ്രീചക്രത്തിന്റെ മേറുഭാഗം അത് കുട്ടജം, ഇത് സാണുഭാഗം കൊല്ലൂർ. അത് രണ്ടും പ്രത്യേകമല്ല. ഇപ്പോ ഡിസ്ട്രിക്ട് വൈസ് താലൂക്ക് വൈസ് വേറെ ആയിട്ടുണ്ട്. പക്ഷെ സർവജ്ഞപീഠ മൂകാംബിക ഇപ്പോഴും സർവേ നമ്പർ 1 ആണ്. സർവേയിൽ ലാൻഡ് സർവേയിൽ സർവേ നമ്പർ 1 ആണ്. ആദിശങ്കർ അവിടെ സ്ഥാപിച്ച സർവജ്ഞപീഠ, സർവജ്ഞനായ ആദിശങ്കർ സർവജ്ഞപീഠം സ്ഥാപിച്ചു. ആ പ്രദേശം കൊല്ലൂർ ഒരേ സർവേ നമ്പറാണ്. അത് വേറെ അല്ല, ഇത് വേറെ അല്ല. ആ സർവജ്ഞപീഠത്തില് അമ്മയെ ഒരു അംബാവനം വന്നിട്ടുണ്ട്. അമ്മേ നമ്മൾ പണ്ടേക്കാർ പറയുന്നതുണ്ട്, അമ്മേ അമാവാസ പൗർണമിക്കല്ല ഗണങ്ങൾ കൊണ്ട് ഉത്സവത്തിൽ പോവുക അവിടെ എന്നിട്ട്. അങ്ങനെ അമ്മയെ ഒരു പ്രദേശമാണ് അത് കുടച്ചാദ്രി എന്ന് പറയുന്നത്. അതിനെ ആദിശങ്കർ അവിടെ തപസ് ചെയ്തു സ്വയംഭൂയെ ഒരു തീക്ഷ്ണമായിട്ടുള്ള ഒരു ചൈതന്യം കണ്ടിട്ട് താഴെ വീണ് അമ്മയെ ദർശനം ചെയ്തു എന്ന് ഐതിഹ്യം. ഈ പ്രദേശത്തിലെ ഉഗമമായിട്ട് വരുന്ന നദി സൗപർണിക്കാണ്. അത് സുപർണ എന്ന് പറയുന്ന ഗരുഡന് അവിടെ തപസ് ചെയ്തത് കൊണ്ട് സൗപർണിക എന്ന് പേര് വന്നിട്ടുണ്ട്. ഇത് കുട്ടച്ചാദ്രിയ ഒരു വൈശിഷ്ട്യം.